എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളിലെയും വാരഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രം. വിദ്യാർത്ഥികൾക്ക് മികച്ച സമയമായിരിക്കും. തൊഴിൽപരമായും വ്യക്തിപരമായും സത്ഫലങ്ങൾ വന്നെത്തും. മാനസികമായ പിരിമുറുക്കത്തിന് അയവ് വരുന്നതാണ്. ശാരീരികമായ ക്ലേശം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. തിങ്കളാഴ്ച ഭാഗ്യ ദിവസമാണ്. അടുത്തത് ഭരണി നക്ഷത്രം. സർക്കാർ ജോലിക്കാർക്ക് ഗുണം ലഭിക്കും. പുതിയ ചുമതലകൾ കൈവന്നു ചേരും. സഹോദരങ്ങളിൽ നിന്നും ആനുകൂല്യങ്ങളുണ്ടാകും. ആലോചനയും പുനരാലോചനയും വർദ്ധിക്കും. പ്രവൃത്തിയിൽ ആത്മാർത്ഥത കുറയും. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. അടുത്തത് കാർത്തിക നക്ഷത്രം. അപ്രതീക്ഷിത ധനലഭ്യത ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉണ്ടായിരുന്ന ആലസ്യം മാറും. സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കാത്തിരിക്കേണ്ടതായി വരും. ജോലിസ്ഥലത്ത് വെല്ലുവിളികളുണ്ടാകും. ബുധനാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കച്ചവടക്കാർക്ക് നല്ല സമയമാണ്. കലാപ്രവർത്തനത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. വ്യക്തിപരമായും തൊഴിൽപരമായും ആശ്വസിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച ദിവസം ഗുണകരമാണ്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ഗവേഷണ കാര്യത്തിനായി യാത്രകൾ വേണ്ടിവരും. പുതിയ ചുമതലകൾ ഏറ്റെടുക്കും. വീട്ടുകാര്യങ്ങൾ നിറവേറ്റുവാൻ സമയം തികയാതെ വരും. വായ്പാ തിരിച്ചടവ് വൈകിയേക്കും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ശനിയാഴ്ച ദിവസം ഗുണകരമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് തുടങ്ങും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വാരമാണ്. തൊഴിൽപരമായി നല്ല സമയമല്ല. ഊഹക്കച്ചവടം വഴി ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചൊവ്വാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. അധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. വീട് പുതുക്കിപ്പണിയും. കരാർ ജോലികൾ സ്ഥിരപ്പെടും. വാഹനം ഓടിച്ച് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണദുഃഖ സമ്മിശ്രമായ വാരമാണ്. ധനനഷ്ടം ഉണ്ടായേക്കാം. തിങ്കളാഴ്ച ഉത്തമമായ ദിവസമാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. ബാക്കി വെച്ച ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാനാകും. ഊഹക്കച്ചവടത്തിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി പിണങ്ങും. ആരോഗ്യപരമായി സുഖം ഉണ്ടാകണം എന്നില്ല. ബുധനാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പാചക നൈപുണ്യം പ്രശംസിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലരുടെ നല്ല വാക്കുകൾ സന്തോഷകരമാവും. വരവും ചെലവും തുലനം ചെയ്തു പോകണം. കടബാധ്യതകൾ തലവേദനയാകും. ഭാഗ്യദിനമാണ് ശനിയാഴ്ച. അടുത്തത് മകം നക്ഷത്രമാണ്. പ്രവർത്തന മികവിന് സഹപ്രവർത്തകരുടെ അംഗീകാരം ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പ്രശംസകൾ സമചിത്തത്തോടെ കേൾക്കും. അന്യനാട്ടിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ കാലതാമസം നേരിടും. വ്യാഴാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. ഗാർഹിക സൗഖ്യമുണ്ടാകും. ഗൃഹോപകരണങ്ങൾ വാങ്ങും. പൂർവ്വകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയേക്കാം. ഈ വാരം അല്പം അലച്ചിൽ അനുഭവപ്പെടാം. രോഗപീഠകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ചൊവ്വാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. കൃത്യമായ ആസൂത്രണത്തോടെ പ്രവർത്തിക്കും. തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കും. ഔദ്യോഗിക രംഗത്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. കുടുംബ തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസം ഗുണകരമാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. പ്രസംഗവേദിയിൽ കയ്യടി നേടും. ചെറുകിട സംരംഭകർക്ക് വായ്പാ സഹായം ലഭിക്കും. പേരും പ്രശസ്തിയും വന്നുചേരും. കഫജന്യ രോഗങ്ങൾ ഉണ്ടാകും. അധികാരികളുടെ അപ്രീതിക്ക് സാധ്യത കാണുന്നുണ്ട്. ബുധനാഴ്ച അനുകൂലമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. കലാപരമായി നല്ല സമയമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. കടക്കണിയിൽ നിന്നും മോചനം നേടുവാൻ കഴിയുന്നത്ര പ്രയത്നിക്കും. ദാമ്പത്യത്തിൽ സുഖക്കുറവ് ഉണ്ടാകും. ശനിയാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. ഔദ്യോഗികമായ കൃത്യനിഷ്ഠ മേലധികാരികളാൽ പ്രശംസിക്കപ്പെടും. ധനപരമായ അലട്ടലുകൾക്ക് പരിഹാരം ഉണ്ടാകും. മക്കളുടെ ഉപരിപഠനത്തിന് ചില ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരും. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. നല്ല അനുഭവങ്ങൾക്ക് മേൽക്കൈയുള്ള ആഴ്ചയായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും. സ്വന്തം തൊഴിൽ നവീകരണത്തിനായുള്ള ശ്രമം ആരംഭിക്കും.
പുതിയ ശാഖകൾ തുടങ്ങുവാനും പ്രതീക്ഷിച്ച സാമ്പത്തിക സഹായം ലഭിക്കുവാനും അല്പം വൈകും. വ്യാഴാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ഉന്നതരുമായി സൗഹൃദമുണ്ടാകും. പുതുമയുള്ള കാര്യങ്ങൾ വന്നു ചേരുകയും അതിൽ സന്തോഷിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പൊതുപ്രവർത്തകർക്ക് ചില സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും. ജാമ്യത്തിൽ നിന്നിൻ്റെ തിക്താനുഭവങ്ങൾ വന്നു ചേരും. ബുധനാഴ്ച ദിവസം അനുകൂലമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ഊഹക്കച്ചവടത്തിൽ നിന്നും ആദായം ഉണ്ടാകും. ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും. പണമിടപാടുകളിൽ ജാഗ്രത പാലിക്കണം. ശത്രുക്കളുടെ ഉപജാപങ്ങൾ തിരിച്ചറിയുവാൻ വൈകും. തിങ്കളാഴ്ച ഭാഗ്യദിനമാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വന്നു ചേരും. വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവ് അധികരിക്കാം. അപ്രസക്തമായ കാര്യങ്ങൾക്ക് സമയവും ഊർജവും പാഴാക്കും. വെള്ളിയാഴ്ച ദിവസം പൊതുവെ അനുകൂലമാണ്. അടുത്തത് പൂരാട നക്ഷത്രമാണ്. സഹായ വാഗ്ദാനങ്ങൾ വന്നു ചേരും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. വ്യക്തിപരമായ കാര്യങ്ങൾ നീളാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പ്രതീക്ഷിച്ച ഫലം ഉണ്ടാവുകയില്ല. അപ്രതീക്ഷിത ദേഹവിയോഗ വാർത്തകൾ കേൾക്കാൻ ഇടവരും. ബുധനാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും. പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനം വർദ്ധിക്കും. പാരമ്പര്യ വസ്തുക്കൾ ഭാഗം വെച്ച് കിട്ടും. കൂട്ടുകച്ചവടത്തിൽ നഷ്ടം ഉണ്ടാകും. സന്ധിവേദനയ്ക്ക് ചികിത്സിക്കും. ഭാഗ്യദിനമാണ് ശനിയാഴ്ച. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. കുടുംബ വസ്തുവിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ബാങ്ക് വായ്പ തടസ്സങ്ങൾ മാറിക്കിട്ടും. ത്വക്ക് രോഗ ചികിത്സ ഗുണം ചെയ്യും. ദൈവാധീനം അനുകൂലമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. സ്വർണ്ണപ്പണയങ്ങൾ തിരിച്ചെടുക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകും. സന്താന ഭാഗ്യം ഉണ്ടാകും. പ്രേമവിവാഹത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. സസ്പെൻഷൻ നടപടികൾ വരാതെ സൂക്ഷിക്കണം. ഞായറാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് ചതയം നക്ഷത്രമാണ്. സാമ്പത്തികം അനുകൂലമായിരിക്കും. രാഷ്ട്രീയത്തിൽ ഉയർച്ചയുണ്ടാകും. കലാരംഗത്ത് ശോഭിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. തൊഴിൽ രംഗത്ത് മത്സരവും ശത്രുതയും വർദ്ധിക്കും. ജോലിയിൽ സ്ഥലം മാറ്റം നേരിടാനുള്ള സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. പുതിയ ജോലിക്ക് സാധ്യതയുണ്ട്. വിവാഹ തടസ്സങ്ങൾ നീങ്ങും. കൃഷിയിൽ പുരോഗതി ഉണ്ടാകും. വീട് പുതുക്കി പണിയും. അതിര് വഴിത്തർക്കങ്ങൾ എന്നിവ ഒത്തുതീർപ്പാകുവാൻ കാലതാമസം നേരിടും. ഉന്നത പഠനത്തിന് തടസ്സം നേരിട്ടേക്കാം. ഞായറാഴ്ച അനുകൂലമായ ദിവസമാണ്. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. ഓഹരി വിപണിയിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് സഹായ സഹകരണം ലഭിക്കും. കടം കൊടുത്ത ധനം തിരികെ കിട്ടുവാൻ കാലതാമസം നേരിടും. വളർത്തുമൃഗങ്ങൾക്ക് നാശം ഉണ്ടാകും. ബുധനാഴ്ച പൊതുവെ അനുകൂലമായ ദിവസമാണ്. അവസാനമായി രേവതി നക്ഷത്രമാണ്. ആഗ്രഹിച്ച പലതും നേടുവാൻ സാധിക്കും. കർമ്മരംഗത്ത് പുതിയ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കും. ചെറുകിട കച്ചവടത്തിൽ നേട്ടമുണ്ടാകും. സർപ്പശല്യം വർദ്ധിക്കും. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.